നമസ്കാരം സുഹൃത്തുക്കളെ, വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ വയനാടൻ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ സൂചിപ്പാറയിൽ നിന്നും ഉള്ള യാത്രയിലാണ്. ഇതിനു മുമ്പുള്ള 4 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. പോരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ വണ്ടി കിടക്കുന്നത് കണ്ടത്. ഇത് ബോച്ചയുടെ വണ്ടിയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വർണ്ണ പരസ്യമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബോച്ചയുടെ ടോഡി പബ് ഈ സ്ഥലത്താണ്. ഇതെന്ന് പറയുന്നത് ഏതാണ്ട് 1000 ഏക്കറിൽ ബോച്ചയുടെ തേയിലത്തോട്ടം നടക്കുകയാണ്. പുള്ളിയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഒരു റിസോർട്ടും ജോയി ലാൻഡും ഒക്കെ പണിയാനായിട്ട്, എൻ്റർടൈൻമെൻറ്റ് സോൺ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. അതിലൂടെ വന്നിരിക്കുന്ന പുതിയ റോഡാണ്. അപ്പോൾ ഈ റോഡിലൂടെ നേരെ ബോച്ചയുടെ ഷാപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ഷാപ്പിലെ കാഴ്ചകളിലേക്കാൾ ഉപരിയായിട്ട് ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷാപ്പിൽ പോയി നമുക്ക് നല്ല കള്ള് കിട്ടുകയൊക്കെ കുടിക്കുകയോ നല്ല ഭക്ഷണം കിട്ടുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യാം. നേരത്തെ ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. എന്താണേലും ഞങ്ങൾ ബുക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല, നേരെ ഷാപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 2 മണിയോട് അടുത്തു സമയം. നല്ല വെയിലുള്ള സമയമാണ്, നല്ല ചൂടുമാണ്. ചുറ്റും നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. ഇത് കുറച്ച് മഴയുള്ള സമയമായിരുന്നെങ്കിൽ, തണുത്ത സമയമായിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആകാശം ഭയങ്കര ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. വഴിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, ബോച്ചയുടെ ടോഡി പബ് പാനീയവും ഭോജനവും എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ബോച്ചയുടെ ശൈലിയിലുള്ള ഭാഷകളാണിത്. ഞങ്ങൾ ഈ വന്ന വഴിയിൽ, അതായത് സൂചിപ്പാറയിൽ നിന്ന് വരുമ്പോൾ ഏതാണ് മെയിൻ റോഡിൽ നിന്നൊരു 4-5 കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്താലാണ് ഈ ബോച്ചയുടെ ടോഡി പബ്ബിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതേസമയം ഇതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മേപ്പാടി ജംഗ്ഷനിൽ നിന്നും, മേപ്പാടി ബസ് സ്റ്റോപ്പിൽ നിന്നും വളരെ കുറച്ച് ദൂരമുള്ള 1-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നാലും ഈ ഡ്രൈവ് ഒരു രസകരമായ അനുഭവമാണ്. ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ കാഴ്ചകൾ ആസ്വദിക്കുക. നമ്മൾ ബോച്ചയുടെ ടോഡി പബ്ബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ശരിക്കും വെള്ളാർമല മലമടക്കുകളിൽ പെടുന്നതാണ്. അതുപോലെ സൂചിപ്പാറയ്ക്കും ചൊക്രമുടിക്കും ഇടയിലുള്ള സ്ഥലം കൂടിയാണിത് കേട്ടോ. വഴിയിൽ ചില പശുക്കളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. തണൽ നോക്കി കിടക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ചെറിയൊരു ഷോപ്പ് കാണുന്നുണ്ട്, ഒരു സ്റ്റോപ്പൊക്കെ ഉണ്ട് അവിടെ. ഇനിയും നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ ആകാംക്ഷയോടുകൂടിയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഇത് എവിടേക്കാണ് എത്തിച്ചേരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്കുമുണ്ട്. ആ ദൂരെ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട്, അവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം മിക്കവാറും ബോച്ചയുടെ ടോഡി ഷോപ്പ് അഥവാ ബോച്ചയുടെ കള്ള് ഷാപ്പ്, ബോബി ചെമ്മണ്ണൂരിൻ്റെ കള്ള് ഷാപ്പ്. ഒരു വിശാലമായ വമ്പൻ പ്രോജക്റ്റാണ് പുള്ളി ഈ 1000 ഏക്കറിൽ ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 മറ്റോ അതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ നടന്നിരുന്നു. വഴിയിൽ നമ്മളിങ്ങ് പോരുന്ന സ്ഥലത്ത് പലയിടത്തും അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ടാണ് പുള്ളി അതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഷാപ്പിലേക്ക് എത്തി. പുള്ളിയുടെ തന്നെ ഒരു പ്രതിമ, ഒരു സൈക്കിൾ ചവിട്ടി ഷാപ്പിലേക്ക് കള്ളുകുടവായിട്ട് പോകുന്ന ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇതാണ് ഓല കൊണ്ട് കെട്ടിയ ഒരു ഷാപ്പാണ്. സമയം ഇത്തിരി അതിക്രമിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇത് തൊട്ടടുത്ത് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് പണി കഴിപ്പിക്കുന്നതാണ്. പുള്ളിയുടെ റിസോർട്ടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അത് ഞങ്ങൾ സീറ്റ് കിട്ടാൻ ഉള്ള സമയമുള്ളത് കൊണ്ടൊന്ന് നോക്കി കണ്ടതാണ്. ഒരു എന്താ പറയുക, കണ്ടംപററി സ്റ്റൈലിൽ ഇത് ഭക്ഷണ സ്ഥലത്തു നിന്നും ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇതാണ് ബോച്ചയുടെ ടോഡി ഷോപ്പ്. ഫാമിലിയായിട്ട് ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങൾ വന്ന ഒരല്പ സമയം വൈകിപ്പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നല്ല തണുത്ത കള്ള് കിട്ടി. മറ്റുള്ളിടത്തേക്കാളും ഒരു 20 രൂപ കള്ളിന് കൂടുതലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഭക്ഷണം വളരെ കുറവായിരുന്നു. ആ സമയം ഇത്തിരി അതിക്രമിച്ചുകൊണ്ടായിരുന്നു. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇത്തിരിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഇവിടുത്തെ അന്തരീക്ഷമാണ് നമ്മൾക്ക് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ ബോച്ചയുടെ ഷാപ്പിൻ്റെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതാണ് ഒരു പഴയ ലൈസൻസ്ഡ് കെട്ടിടമായിരുന്നു തോന്നുന്നു. ആ ഷാപ്പിൻ്റെ പേരും
ലൈസൻസിയുടെ പേരും ഒക്കെ ആ കെട്ടിടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുകയാണ്. ഇനി വയനാടൻ ട്രിപ്പിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നേരെ ഞങ്ങൾ ഗുരുവായൂർക്കാണ്. എന്ത് വിശാലമായ ഏരിയ ആണെന്ന് നോക്കി, എന്തോ ഒരു പാർക്കിംഗ് ഏരിയ. ഇവിടെ അല്ലാത്ത സമയത്ത് വളരെ ഭയങ്കര തിരക്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അതിൽ നിന്ന് നേരെ തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ മേപ്പാടി റോഡിലേക്ക് ഇറങ്ങുകയാണ്. തേയില നുള്ളുന്ന കുളുമ്പ് നുള്ളുന്ന ആൾക്കാരൊക്കെ വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വയനാടൻ ഡയറീസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ, ഈ സീരീസ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വീഡിയോയും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇനിയും നേരെ യാത്രകൾ തുടരുകയാണ്. നേരെ ഞങ്ങൾ ഗുരുവായൂർക്കാണ്. വിരാടം വിനോദത്തിൻ്റെ യാത്രകളും കാഴ്ചകളും വീണ്ടും തുടരും. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.